ഉള്ളതാണ്. അതിൽ സുപ്രധാനിയായിരുന്നു ഇബ്നു സൂരിയ എന്ന് പറയപ്പെട്ടിരുന്ന അബ്ദുള്ള ഇബ്നു സൂരിയ. ഇബ്നു സൂർ എന്നും ഇയാൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിയനായിരുന്നു, മദീനയിലെ ജൂത പണ്ഡിതനുമായിരുന്നു, യഹൂദികളിൽ ഏറ്റവും അറിവുള്ള വ്യക്തി എന്ന് വരെ ഖ്യാതി നേടിയ ആളായിരുന്നു ഈ അബ്ദുള്ള ഇബ്നു സൂരിയ അൽ ഇസ്രായേലി. ഇയാളെയായിരുന്നു തൗറാത്ത് വായിക്കാൻ ക്ഷണിച്ചിരുന്നത് ചില അവശ്യഘട്ടങ്ങളിൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദർക്ക് വേണ്ടി തൗറാത്തിൻ്റെ ഏട് വായിച്ച് ഒരു വിധി പറയാൻ നിർബന്ധിതനായി. അന്ന് ഈ അബ്ദുള്ള ഇബ്നു സൂരിയയെയാണ് വായിക്കാൻ വിളിക്കുകയുണ്ടായത്. ഇയാൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ തൗറാത്ത് വായിക്കുന്നത്, ആ വിഷയം വന്നപ്പോൾ തൻ്റെ കൈവച്ച് വായിക്കേണ്ട ഭാഗം മറക്കുകയുണ്ടായി, പൂഴ്ത്തുകയുണ്ടായി. വിശുദ്ധ മദീനയിലെ അൽ ഖുഫ് എന്ന് പറയുന്ന ഒരു താഴ്വാരത്തിൽ യഹൂദരുടെ മതപഠന ശാലയായിരുന്ന ബൈത്തുൽ മിദ്റാസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയുണ്ടായി. യഹൂദരുടെ ക്ഷണപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് ചെന്നത്. തിരുനബിയെ അവർ ഒരു തലയിണയൊക്കെ വെച്ച് അതിലേക്ക് ക്ഷണിച്ചിരുത്തുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തിനാണ് അവർ തിരുനബിയെ വിളിച്ചത്? യാ അബൽ ഖാസിം ഇന്ന റജുലൻ മിന്നാ സനാ ബിംറഅത്തിൻ ഫഹ്കും ബൈനഹും. ഇതാണ് വിഷയം. അബുൽ ഖാസിം, ഞങ്ങളിൽ ഒരു വ്യക്തി ഒരു സ്ത്രീയുമായി വ്യഭിചരിച്ചു, അതുകൊണ്ട് അങ്ങ് അവർക്കിടയിൽ വിധി പറയണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ തജിദൂന ഫി തൗറാത്തി ഫീ ശൈഇനി മൻ സനാ മിൻകും. തൗറാത്തിൽ വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷാവിധി നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞത്, നുസവ്വിദു വുജൂഹഹുമ, വ്യഭിചരിച്ച ആണിൻ്റെയും പെണ്ണിൻ്റെയും മുഖം ഞങ്ങൾ കറുപ്പടിക്കും. വനുഹമ്മിലുഹുമ, അവരിരുവരെയും ഞങ്ങൾ വാഹനപ്പുറത്ത് കയറ്റും. വനുഖാലിഫ് ബൈന വുജൂഹിഹിമ, അവരിരുവരും മുഖാമുഖം ഇരിക്കാതെ ഞങ്ങൾ അവരെ പുറംതിരിച്ചിരുത്തും. വയുതാഫു ബിഹിമ, എന്നിട്ട് അവരെയും കൊണ്ട് ഞങ്ങൾ ഊരു ചുറ്റും. അങ്ങനെ ഫനഫ്ദഹുഹും, ഞങ്ങൾ അവരെ മാനം കെടുത്തും. വയുജ്ലദൂൻ, അവർ അടിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് എന്ന് ജൂതന്മാർ. അപ്പോൾ തിരുനബി അവരോട് ചോദിച്ചു, ലാ തജിദൂന ഫി തൗറാത്തി റജം, കല്ലെറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ തൗറാത്തിൽ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ യഹൂദർ ലാ നജിദു ഫിഹാ ഷൈഅൻ, അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ കാണുന്നേ ഇല്ല. അപ്പോൾ കൂടെ അബ്ദുള്ള ഇബ്നു സലാം അൽ ഇസ്രായേലി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കെദബ്തും ഇന്ന ഫിഹ റജം, നിങ്ങൾ പറയുന്നത് കളവാണ്. തൗറാത്തിൽ റജ്മ് ശിക്ഷയുണ്ട്, കല്ലെറിയൽ ശിക്ഷയുണ്ട്. ഫഅ്തു ബിത്തൗറാത്തി ഫത്ലൂഹ ഇൻ കുൻതും സാദിഖീൻ, തൗറാത്ത് കൊണ്ടുവരൂ, തൗറാത്ത് പാരായണം ചെയ്യൂ, നിങ്ങൾ ഈ വിഷയത്തിൽ സത്യമാണ് പറയുന്നതെങ്കിൽ. അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാം തന്നെ പറഞ്ഞു തിരുദൂതരോട്, തിരുദൂതരെ പറയൂ അവർ തൗറാത്ത് കൊണ്ടുവരട്ടെ.